ഇത് എൻ്റെ സ്വന്തം വാഴത്തോട്ടാണ്. വെറുതെ ഇരുന്ന് വീട്ടിലിരിക്കൽ മാത്രമല്ല, ഇത്തരം കാര്യങ്ങളും കൂടി എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇതിൽ കർഷകനും കർഷക തൊഴിലാളിയും പണിക്കാരനും ഉടമയൊക്കെ ഞാൻ തന്നെയാണ്. 100 നേന്ത്രവാഴയാണ് ഇതിലുള്ളത്. ഞാനിതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ തുടർന്ന് കാണിക്കാം. സ്വർണ്ണമുഖി അല്ലെങ്കിൽ കിൻഡൽ വാഴ എന്ന് പറയുന്നത് ഈ 13 മാസം, അതിപ്പോൾ ഏത് തരം നേന്ത്രവാഴ ആയാലും നേന്ത്രവാഴകൾക്കൊരു സ്വഭാവമുണ്ട്. അത് എല്ലാ ദിവസവും പരിചരണം ആവശ്യമുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ജലസേചനം നടത്തണം, കേടിൽ നിന്ന് രക്ഷിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദിവസമുള്ളത്. അതൊക്കെ പലപ്പോഴും ഈ കൃഷിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ പൈസ കയ്യിൽ കിട്ടിയാലാണ് കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് പലപ്പോഴും നമ്മൾ കണക്കുകൂട്ടലൊക്കെ ഗംഭീരവും. ഈ ജലസേചനം ഒരു മുഖ്യ ഘടകമാണ്. അത് പ്രത്യേകിച്ച് വേനൽ ആരംഭം എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഡിസംബറിൽ തന്നെ നമ്മൾ വാഴ ജലസേചനം തുടങ്ങും, നനയ്ക്കാൻ തുടങ്ങും. അത് ഇപ്പോൾ ഈ ഡിസംബർ ജനുവരിയിലൊന്നും അത്ര പ്രശ്നം ഉണ്ടാവില്ല. സമൃദ്ധിയായിട്ട് കിണറുകളിലൊക്കെ വെള്ളം ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞൊരു ഈ മെയ് മാസമൊക്കെ വരുമ്പോൾ മഴ നീണ്ടു പോവുക, കിണറുകളൊക്കെ വറ്റി വരുമ്പോഴാണ്, അപ്പോഴാണെങ്കിൽ ഏറ്റവും സാധാരണ നിലയിൽ വാഴയൊക്കെ കുലച്ച്, ഓണവാഴയ്ക്ക് പ്രത്യേകിച്ച് കുലച്ച് നിൽക്കുന്ന സമയവും വെള്ളം കൂടുതൽ വേണം. ആ ഘട്ടത്തിൽ വെള്ളം ഇല്ലാതെ വരിക, മഴ ഇത് നീണ്ടു പോവുകയൊക്കെ ചെയ്താൽ അത് ഭയങ്കര പ്രശ്നമാണ്. ഏത് കൃഷിയിലും കർഷകൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിക്കുന്ന പല ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനം കാലാവസ്ഥ തന്നെയാണ്. പിന്നെന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷയെ തകിടം മറിച്ചിട്ടാണ് ഈ കാലാവസ്ഥ പലപ്പോഴും കാറ്റും മഴയും വെള്ളപ്പൊക്കമൊക്കെ വരിക. അതിനൊക്കെ അതിജീവിച്ചിട്ട് വരുന്നവർ മാത്രമാണ് രക്ഷപ്പെടാറുള്ളൂ. വേറെ ചിലത് എന്താ വെച്ചാൽ വേറെ ചില പ്രദേശങ്ങളിൽ ഇതേ കൃഷി വ്യാപകമായിട്ടുണ്ടാവുകയും വിളവ് ഒന്നിച്ചു വരികയും ചെയ്താൽ അപ്പോൾ നല്ല വില കിട്ടില്ല. വാങ്ങുന്നവർക്ക് ചിലപ്പോൾ ലാഭമാവും, പക്ഷേ ഇറക്കിയ മുതലും ഉണ്ടാവില്ല, പണിയും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ വരാറുണ്ട് പലതവണ. പിന്നെയും ഇറക്കും, പിന്നെയും കൃഷി ചെയ്യും, അടുത്ത തവണയെങ്കിലും രക്ഷപ്പെടുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ വർഷം എനിക്ക് ഓണത്തിന് ഒരു 100 കൊല കായാണ് ഉണ്ടായിരുന്നത്. 100 വാഴ വെച്ചിട്ട് ഒരു 80 കൊല വാഴ കായ എനിക്ക് കഴിഞ്ഞ ഓണത്തിന് വിൽക്കാൻ കിട്ടി. ഏവറേജ് 70 രൂപ ഒരു കിലോയ്ക്ക് വില കിട്ടി. 15 കിലോ ആവറേജ് തൂക്കം കിട്ടി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ലാഭമായി. കാരണം ഒരു 300 രൂപയിൽ മേലെയൊന്നും എനിക്കൊരു വാഴയ്ക്ക് ചിലവ് വന്നിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ തന്നെയാണ് ഈ തവണയും ഈ ഓണത്തിനും പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ ഈ പ്രതീക്ഷയൊക്കെ തെറ്റും. ഏതായാലും നമുക്ക് നോക്കാമെന്നേ. എന്താ?